അമ്മൂമ്മയുടെ റൂം, അതിനുള്ളിൽ വീൽചെയർ, നിശ്ചലമായ നൈറ്റ് വ്യൂ, ഒരു അടുക്കള, ഒറ്റ നിലയിലും പരന്നതുമായ ആ വീട്. മെഴുകുതിരി വെളിച്ചത്തിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കുന്ന അമ്മയും മകനും. ഇവയൊക്കെ ഹൈ ഹൊറർ എലമെന്റ് കണ്ടെത്താനാകുമോ? വാക്കിലോ വരിയിലോ ഇതൊക്കെ സാധാരണ കാര്യമാണ്. എന്നാൽ രാഹുൽ സദാശിവൻ ഇവയൊക്കെ പകൽ കണ്ടാലും ഞെട്ടിപ്പിക്കുന്ന മാനത്തോടെ അവതരിപ്പിച്ചു എന്നതാണ് ഭൂതകാലത്തിന്റെ മെറിറ്റ്. OTT റിലീസായിട്ട് പോലും പേടിത്തെറിപ്പോടെയാണ് ചിത്രം നാം കണ്ടു തീർന്നത്. പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ ചിത്രം DSC തിയേറ്ററിൽ എത്തിയ സാഹചര്യത്തിൽ ഭൂതകാലം വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ്. ഷൈൻ നിഗം, രേവതി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഭൂതകാലം സൈക്കോളജിക്കൽ ഹൊറർ ജോണർ ചിത്രമായിരുന്നു. ആശാ ബിനു എന്ന അമ്മയുടെയും മകന്റെയും വീട്ടിലുണ്ടാകുന്ന വിചിത്രമായ ചില കാര്യങ്ങളായിരുന്നു ചിത്രത്തിന്റെ കാമ്പ്. തങ്ങൾ താമസിക്കുന്ന വീട്ടിൽ മറ്റാരോ ഉണ്ടെന്ന തോന്നൽ ശരിയാണെന്ന് കാഴ്ചക്കാരെ നമ്മളെ ഉറപ്പിക്കും. ബീഫാൻ കഴിഞ്ഞെങ്കിലും ജോലി ലഭിക്കാത്ത ബിനു സാധാരണക്കാരനായ ചെറുപ്പക്കാരനെ കണക്ട് ചെയ്യാനാകും വിധം ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന പല സന്ദർഭങ്ങൾ സിനിമയിലുണ്ട്. വെള്ളസാരി ഉടുത്ത് സ്ത്രീയെ കണ്ട് ശീലിച്ച മലയാളികളുടെ പ്രേതസങ്കല്പത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ മാറ്റങ്ങൾ പലതും സംഭവിച്ചു. പൊടുന്നിങ്ങനെയുള്ള അലർച്ചയും ബഹളവും മിന്നൽ ട്രാൻസിഷനും തുടങ്ങി വികൃതമായ രൂപം വരെ കാഴ്ചക്കാരെ പീഡിപ്പിക്കാൻ സിനിമാക്കാർ ഉപയോഗിച്ചു. ഇവിടെയാണ് ഭൂതകാലം വീണ്ടും വ്യത്യസ്തത ചേർത്തത്. വീട്ടിലെ അദൃശ്യമായ സാന്നിധ്യത്തെ വിരൂപയാക്കിയല്ല രാഹുൽ സദാശിവൻ പ്രേക്ഷകരിൽ എത്തിച്ചത്. ഭൂതകാലം ഒരു ഫിക്ഷൻ സ്റ്റോറിയാണെന്നും അത് റിയലിസം കൊണ്ടുവരാനാണ് ശ്രമിച്ചതെന്നും സംവിധായകൻ തന്നെ മുമ്പ് പറഞ്ഞിരുന്നു. അമ്മ കഥാപാത്രത്തിന് ക്ലിനിക്കൽ ഡിപ്രഷനുണ്ട്. മകനാണെങ്കിൽ മദ്യപാനം, പുകവലി പോലുള്ള ശീലങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ വീട്ടിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഹാലുസിനേഷനാണോ എന്ന് സംശയിക്കാനാകും. മുൻപൊരു അഭിമുഖത്തിൽ രാഹുൽ സദാശിവൻ പറയുന്നുണ്ട്. DCയുടെ ഈ അപ്ഡേറ്റിനൊപ്പം പ്രേക്ഷകർ ഭൂതകാലമായി താരതമ്യപ്പെടുത്തുന്നത് സ്വാഭാവികമായും പ്രതീക്ഷ ഉണർത്തുന്നുണ്ട്. ക്രൂരമായ കാഹളത്തിന്റെ നാളം ഓരോ ശവകുടീരത്തിന്റെയും കീറിമുടിച്ച ഏവരെയും സിംഹാസനത്തിന്റെ മുട്ടിൽ കുത്തിക്കും. അന്ന് ആകാശവും ഭൂമിയും ചാരമായി കിടക്കും. കണ്ണുനീരും ഭയവും കൊണ്ട് ആ ദിവസം മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന വരികൾ പേടിപ്പെടുത്തുന്ന സോ പോയിന്റ് മൂഡിലാണ് BGMന്റെ സഹായത്തോടെ തിയേറ്ററിൽ മുഴങ്ങുന്നു.